ഉം. 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 ഓ ഉം. അതുപോലെയാണോ ഈ സ്പ്രേക്ക് നിന്റെ മണമല്ലേ? ഹരി, അയ്യോ സോറി സോറി ഹരി. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ആരെങ്കിലും ക്ഷണിച്ചോ? നിന്നെ പോലെ ഒരു കുറുക്കൻ കണ്ണു തെറ്റിയാൽ കോഴിക്കൂട്ടിനാണല്ലോടാ നോട്ടം. നിങ്ങളുടെ കുഞ്ഞു സ്വർഗത്തിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കട്ടുറുമ്പായിട്ട് വന്ന് എത്തി നോക്കുന്നത്? ഓഫീസിൽ പോകാൻ സമയമായെന്ന് പറയാൻ വന്നതാ. അയ്യോ, താമസിച്ചാൽ ശമ്പളം കുറയ്ക്കുന്നത് എന്റെ അല്ല. ഓഹ് ശരിയാ. വാരി നമുക്ക് പോവാം. നിക്ക്, എങ്ങോട്ടാ രണ്ടാളും ഒരുമിച്ച്? ഇവൾക്ക് കോളേജിൽ പോണ്ടേ? ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം. ചെന്ന് കേറിക്കൊട്. പ്രസാദ് പോയിട്ടില്ല. കണ്ടാലേ രണ്ടെണ്ണത്തിനെ ലവ് ട്രാക്ക് ഇന്ന് പൊളിച്ചു തരും. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഹരിയിട്ട് പൊക്കോ, ഞാൻ നടന്നു പൊക്കോളാം. നിനക്ക് സമയമായില്ലേ? പ്ലീസ് ചേട്ടാ, എന്തെങ്കിലും ഒരു വഴി പറ. ആ, ഒരു വഴിയുണ്ട്. ഹരി ആദ്യം വണ്ടിയെടുത്ത് പോ, കുറച്ചു കഴിഞ്ഞ് കൊച്ചു പോ. ഇതാണോ വഴി? എടാ മണ്ട, നീ വഴിയിലിറങ്ങി കുറച്ച് മാറി വെയിറ്റ് ചെയ്യ്. ആര്യമോള് വരുമ്പോ അവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോയാ പോരെ. ഓ പുഷ്പ ചേട്ടാ, താങ്ക് യു. പറഞ്ഞതുപോലെ ഞാൻ വഴിയിൽ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ചേട്ടാ. പ്രേമത്തിന്റെ സന്തോഷം മുഴുവൻ നിങ്ങൾക്ക്, ആരെങ്കിലും അറിഞ്ഞാലോ എന്ന ടെൻഷൻ മുഴുവൻ എനിക്കും. കർമ്മഫലം. പുഷ്പൻ ചേട്ടാ, ഒരു ചായ. അഞ്ജലിയായിരിക്കും ഈ ഡ്രസ്സ് എടുത്ത് വെച്ചിരിക്കുന്നത്. വേണ്ട, രാധയല്ലാതെ മറ്റാരും എന്നോട് അടുക്കണ്ട. പ്രസാദേട്ടാ, ചായ. ഞാൻ തന്നോട് ചായ ചോദിച്ചില്ലല്ലോ. ചായ വേണമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നല്ലോ. അത് പുഷ്പേട്ടനോടല്ലേ? ഈ ഷർട്ട് പ്രസാദേട്ടന് ഇഷ്ടമുള്ളതല്ലേ, പിന്നെന്താ ഇടാഞ്ഞത്? എനിക്കിന്ന് ഇതാ ഇടാൻ തോന്നിയത്. ഇതെന്താ പ്രസാദേട്ടൻ എന്നോടൊരു ദേഷ്യം പോലെ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഈശ്വര? അയ്യോ, ദത്തൻ സാറിന്റെ വീട്ടിൽ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് പ്രസാദേട്ടൻ പോയല്ലോ.
അതെ. ഓ, ഞാൻ വിചാരിച്ചു മറന്നൂന്ന്. ദത്തൻ സാറിന്റെ വൈഫ് ഇന്നലെ വിളിച്ചിരുന്നു രാത്രി. ഇന്ന് തന്നെ ചടങ്ങുകൾക്കെല്ലാം വേണ്ട വസ്ത്രങ്ങളുടെ മെഷർമെന്റ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും ഡിസൈനും എല്ലാം തരാമെന്ന് പറഞ്ഞു. കല്യാണത്തിനും റിസപ്ഷനും മെഹന്തി ചടങ്ങിനും എല്ലാം വെവ്വേറെ ഡിസൈൻസാ വേണ്ടത്. ഇന്ന് തന്നെ എല്ലാ ഡീറ്റെയിൽസും തരികയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പമാവുമല്ലോ. ഇപ്പൊ തന്നെ സമയം പോയി. വാ പോവാം. വേണ്ട, ഞാൻ തന്നെ ചോദിച്ചോളാം. താൻ ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്കെന്ത് ബുദ്ധിമുട്ട്? നമ്മൾ രണ്ടുപേരും കൂടി പങ്കിട്ട് ചെയ്യേണ്ട ജോലിയല്ലേ. എന്റെ ഭാഗം ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പുഷ്പൻ ചേട്ടനും കൂടെ വന്നോളൂ. പുഷ്പൻ ചേട്ടാ. പുഷ്പൻ ചേട്ടൻ അതിനെന്തറിയാം? ഡ്രസ്സിന്റെയും മേക്കപ്പിന്റെയും മറ്റൊരുക്കങ്ങളുടെയും കാര്യങ്ങള് ഞാൻ നോക്കുന്നതല്ലേ നല്ലത്. എങ്കിൽ പിന്നെ പ്രസാദേട്ടന് ധൈര്യമായിട്ട് ഇവന്റിന്റെ കാര്യങ്ങൾക്ക് ഓടി നടക്കാമല്ലോ. വാ പോവാം. വേണ്ട. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? അതോ ചെവിക്കകത്ത് ഈ ഉരുക്കി ഒഴിച്ചിരിക്കുകയാണോ? ഒരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞാലും തലയ്ക്കകത്ത് കയറില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? അല്ല, എന്താ നിന്റെ വിചാരം? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രസാദ് ഒരു ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നതെന്നാണോ? നീ വരുന്നതിന് മുമ്പും വൃത്തിയായും വെടുപ്പായും പല ഇവന്റ് ഞാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട. നീ ഇല്ലെങ്കിലും എനിക്കെല്ലാം ചെയ്യാൻ അറിയാം. പുഷ്പൻ ചേട്ടാ. പ്രസാദ് എന്നെ വിളിച്ചായിരുന്നോ? എത്ര തവണ വിളിക്കണം? മനുഷ്യൻ ഇവിടെ നിന്ന് തൊണ്ട പൊട്ടി മരിച്ചാലേ നിങ്ങളുടെ ചെവി കയറുള്ളൂ വെച്ചാ കഷ്ടം തന്നെ. ഞാൻ മാർക്കറ്റിൽ പോയി ഇറങ്ങിയായിരുന്നു. എന്താ കാര്യമെന്ന് പറ പ്രസാദ്. ഇത് പിടിക്ക്. വണ്ടി കയറി. എന്നിട്ട് എങ്ങോട്ടാ? നരകത്തിലോട്ട്. അഡ്രസ് റോഡ് മാപ്പ് തന്നാലേ നിങ്ങൾ വണ്ടി കയറത്തോളുന്നുണ്ടോ? കേറങ്ങോട്ട്. ഇങ്ങനെയൊക്കെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്റെ ഈശ്വര, കഥ മാറുകയാണല്ലോ. കേറി വാ. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇവിടെ കണ്ടിട്ട് വല്ല പരിചയം തോന്നുന്നുണ്ടോ? സ്ഥലം പരിചയമില്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ നല്ല പരിചയമുണ്ടെന്ന് മനസ്സിലായി. എന്റെ ചിത്രരചന പ്രാവീണ്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതാണ് എനിക്ക് അതിശയം. വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ വെളിച്ചപ്പാടിന് എല്ലാവരും അറിയണമെന്നില്ല. ഞാൻ അങ്ങനെ വെളിച്ചപ്പെടുന്ന ആളല്ല മണിവർണ്ണം പിള്ളേ. ഇനിയെങ്കിലും സത്യം പറ, നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ പരിചയം? ആരാ എന്നെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞയച്ചത്? ഇവിടം വരെ തന്നെ എത്തിക്കാൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ സത്യം പറയാം. എന്റെ സാറാണ് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നെ പറഞ്ഞു വിട്ടത്. അങ്ങനെ വരട്ടെ. എന്നെപ്പോലെ കറകളഞ്ഞ ഒരു ലോകോത്തര കലാകാരനെ അംഗീകരിക്കാനും നേരിട്ട് കാണാനും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ള ഒരാൾക്കേ പറ്റൂ. തന്നെ പോലെ ഒരു ആപ്പാവുപ്പയ്ക്ക് അത് പറ്റൂല. ആപ്പോപ്പ് ഞാനാ? എടോ, സിയാച്ചിൻ മലനിരകളിൽ ശത്രുവിന്റെ തോക്കിനു മുന്നിൽ പതറാറുണ്ട പട്ടാളക്കാരനായി അറിയാമോ? ഞാൻ ഡ്രൈവ് ചെയ്ത പോപ്പോ പോയ പീരങ്കി കൊണ്ട് 16 എണ്ണത്തിനെ തട്ടിക്കളഞ്ഞു. അതെ, നിങ്ങളുടെ പീരങ്കി കഥ കേൾക്കാൻ ഞാൻ പിന്നീട് വരാം. തൽക്കാലം പട്ടാളക്കാരന്റെ പഴയ വണ്ടി തള്ളൽ പറയാൻ നിൽക്കാതെ ഇപ്പൊ എന്നെ കാണാൻ വിളിച്ചാളെ കാണിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കളഞ്ഞിട്ട് പോകും. ശരി വാ. സാറേ സാറേ സാറിന്റെ താടിക്കാരൻ വന്നിട്ടുണ്ട്. തനിക്കെന്താണോ ഈ താടി മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി നടന്നൂടെ? ഞങ്ങളെ പട്ടാള ക്യാമ്പിലെങ്ങാനും ആയിരുന്നെങ്കിൽ. പട്ടാള ക്യാമ്പിൽ മാത്രം ആക്കണ്ട, ഇവിടെ ഒരു സ്റ്റൂൾ എടുത്ത് മുറ്റത്തോട്ടിട്ടാലേ ഞാനും അങ്ങ് ഇരുന്നേരാം. കൈ ഫ്രീ ആണെങ്കിൽ ടൂൾസ് എടുത്തണെങ്കിൽ വന്നാൽ മതി. മുടിയടാ, തല വരെ ഞാൻ വിട്ടോളായിരുന്നു. മനുഷ്യ
മനുഷ്യനിത് ആരാണെന്ന് ശരിക്കും മനസ്സിലായോ? ബ്രഹ്മാവ്, സൃഷ്ടിയുടെ രഹസ്യങ്ങൾ അറിയുന്ന സാക്ഷാൽ ബ്രഹ്മാവ്. നമുക്കല്ലേ അറിയാതെ ഉള്ളൂ. എല്ലാം അറിയുന്ന മറ്റൊരാളുണ്ടെങ്കിലോ? അതായത് ബ്രഹ്മമാണോ? അയാളൊരു ബ്രഹ്മാവ് തന്നെയാണ്. പടം വരയ്ക്കുന്ന ബ്രഹ്മാവ്. രൂപം കൊണ്ട് മാത്രമല്ല, ക്യാൻവാസിലെ തന്റെ സൃഷ്ടികൾ കൊണ്ടും ഇയാളത് തെളിയിച്ചതാ. ഇയാളെ പടം വരച്ചാതൊക്കെ എനിക്ക് മനസ്സിലായി. സുഭദ്രാമ്മയുടെ തന്നിപ്പകർപ്പാണ്ട് രാധയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റി. പക്ഷേ ദർശനയോ സൗഭാഗ്യമോ ഏത് രൂപത്തിലാണ് വളർന്നു കഴിഞ്ഞപ്പോഴൊന്നും ആർക്കറിയാം? എനിക്കത് അറിയാൻ മനുഷ്യ. അത് ഞാൻ നേരിട്ട് കണ്ടതല്ലേ. രാധയെ കാണും മുമ്പ് തന്നെ അവളുടെ ചിത്രം വരച്ചു തന്ന ആ മഹാനായ ഇദ്ദേഹം. അന്നത് പക്ഷേ സുഭദ്രയുടെ ചിത്രമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷെ പിന്നീട് രാധയെ നേരിൽ കണ്ടപ്പോഴാ മനസ്സിലായത് ഇയാള് വരച്ചത് അത് രാധയെ തന്നെയാണെന്ന്. അപ്പോഴാ ഞാൻ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കിയത്. ഇന്നിപ്പോ നമുക്ക് മുന്നിൽ ഈ പറഞ്ഞ പെൺകുട്ടി ഇല്ല. എന്നെങ്കിലും സാറിന് അവളെ കണ്ടെത്താനായ ഞാൻ വരച്ചത് അവളെയാണെന്ന് സാറിന് സമ്മതിക്കേണ്ടി വരും. അബദ്ധങ്ങൾ വരച്ചുണ്ടാക്കിയിട്ട് പിന്നെ നിന്ന് ന്യായീകരിക്കുന്നു. യു സ്റ്റുപ്പിഡ്. അതെ, നാക്കിന് എല്ലില്ലാത്തോണ്ട് മഹാൻ കിഹാൻ എന്നൊക്കെ ആർക്കും ആരെയും പറയാം. പക്ഷേ ഇയാളെ കാണാനാണ് നിങ്ങൾ എന്നെ വിളിച്ചോണ്ട് വന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ പടി ഔട്ടില്ലായിരുന്നു. ഞാൻ ഇറങ്ങുക. എനിക്ക് ഇയാളുടെ ഒരു പരിപാടിക്കും താല്പര്യമില്ല. ചെല്ല്. അല്ല, അങ്ങനെ അങ്ങ് പോവല്ലേ. ചിത്രകാരാ പോവല്ലേ. എന്നെ വിടാമെന്ന് പറഞ്ഞ പട്ടാളക്കാരനെ കൊണ്ട് ജയിപ്പിക്കരുത്. ശത്രുവിനെ എങ്ങനെ കീഴടക്കുന്നുള്ളത് പട്ടാളക്കാരനറിയാം. ഇതിനെക്കാട്ടി വലിയ തീവ്രവാദികളെ ലോകത്ത് പിടിച്ചവനാണെങ്കിൽ ഇങ്ങനെയാണ് ഒരു കലാകാരനോട് പെരുമാറുന്നത്. വിവരം കിട്ടവനെ. സോറി, താങ്കൾ ക്ഷമിക്കണം. ഇവന് വിവരമില്ലാതെ പോയതുകൊണ്ട്, താങ്കളുടെ മഹത്വം അറിയാതെ പോയി. അതുകൊണ്ടാ ഇങ്ങനെ പെരുമാറിപ്പോയത്. അതെ, നിങ്ങളുടെ ജോലിക്കാരന്റെ പെരുമാറ്റം ഞാൻ ക്ഷമിക്കും, മറക്കും. പക്ഷേ നിങ്ങൾ എന്നോട് ചെയ്തത് അത് ഞാൻ ഒരു കാലത്ത് മറക്കൂല. അയ്യോ, ഐ എം എക്സ്ട്രീംലി സോറി. അന്ന് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. മാപ്പ് പറഞ്ഞാൽ ക്ഷമിക്കാൻ മനസ്സുള്ളൊരു കലാകാരനല്ലേ താങ്കൾ. അതുകൊണ്ട് എന്തോ കാര്യസാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. അതാണ് ഈ കാക്ക പിടുത്തം. ഉണ്ട്. താങ്കൾ അന്ന് ആ 3 പെൺകുട്ടികളുടെ ചിത്രം കാണിച്ചിരുന്നില്ലേ? ഇത് അന്ന് താങ്കൾ വരച്ച മൂത്ത കുട്ടി രാധയുടെ ചിത്രം കൃത്യമായിരുന്നു. ഒപ്പം ഈ 2 പെൺകുട്ടികളുടെ ചിത്രം കൂടി. അതായത് വളർന്നതിന് ശേഷമുള്ള അവരുടെ ഇന്നത്തെ രൂപം എങ്ങനെയാണെന്ന് ഒന്നുകൂടി ഒന്ന് വരച്ചു തരണം പ്ലീസ്. വൈ എന്ന് പറഞ്ഞ് ഒഴിയരുത്. ഒരിക്കലും ഞാൻ വരച്ചിരുന്നു. അന്നത് നോക്കാൻ പോലും നിങ്ങൾ തയ്യാറായില്ല. ഇനിയിപ്പോ എന്നെപ്പോലെ ഭ്രാന്തില്ലാത്ത മറ്റാരെങ്കിലും വിളിച്ച് വരപ്പിച്ചാൽ മതി. പ്ലീസ്, അന്നത്തെ കാര്യത്തിന് ഞാൻ ക്ഷമ പറഞ്ഞില്ലേ? പ്രതിഫലത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ജോലി ചെയ്യുന്നത്? ഒരിക്കൽ വരച്ചു കഴിഞ്ഞിരുന്ന ഈ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ വീണ്ടും വരയ്ക്കുന്നതിന് എന്ത് പ്രതിഫലം വേണമെങ്കിലും ചോദിക്കാം. തരാൻ ഞാൻ റെഡിയാ. ശരി, എങ്കിൽ ഒരു ചിത്രത്തിന് 1 ലക്ഷം രൂപ വച്ച് തരണം. എന്താ, പറ്റോ?
1,00,000 രൂപ എങ്കിൽ പിന്നെ പടം വരെ നിർത്തി ബാങ്ക് കൊള്ളടിക്കാൻ വെക്കൂടെ നിനക്കൊക്കെ? അതെ, ഞാൻ ജോലിക്കാരനോടല്ല പറഞ്ഞത്, യജമാനോടാ. വേണ്ട സാർ, ഇത് വലിയ അക്രമമാണ്. സാരമില്ല, ഇത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ പ്രതിഫലം ഞാൻ തന്നിരിക്കും. ഈ പടങ്ങൾ എത്രയും വേഗം തന്നെ വരച്ചു തന്നിരിക്കണം, ഉടൻ തന്നെ. ശരി, വരച്ച് കഴിഞ്ഞ് വരാം. അപ്പോഴേ കാശ് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി. ഉം. എന്തിനാ സാർ അത്രയും വലിയ തുകയൊക്കെ സമ്മതിച്ചത്? അയാളുടെ കയ്യിൽ മരുന്നുണ്ട് മണിച്ച. അന്ന് രാധയുടെ പടം വരച്ചത് എത്ര കൃത്യമായിരുന്നു എന്ന് കണ്ടതാ ഞാൻ. അതേ വെടിമരുന്ന് ഉപയോഗിച്ച് അയാൾ ദർശനയും സൗഭാഗ്യം വരയ്ക്കട്ടെ. അതുപയോഗിച്ച് ഞാൻ അവരെയെല്ലാം നേരിട്ട് കണ്ടുപിടിക്കും. പിന്നെ രാധയും സഹോദരിമാരും എന്റെ ഈ അന്തപുരത്തിലാ താമസിക്കുന്നത്. ഈ കോട്ടയ്ക്കലെ ഒരേ ഒരു രാജാവായ ഈ മേഘനാഥന്റെ കൂടെ ഞാൻ ചിലതൊക്കെ ആലോചിച്ച് വെച്ചിരിക്കുക. ഉറപ്പിക്കാൻ ഉറപ്പിച്ചുറപ്പിച്ച് ഒരു വഴിയാക്കും ഞാൻ 3 എണ്ണത്തിനെയും. എന്താ ഇത്ര നോക്കുന്നേ? അല്ല, ഇത് ആരുടെ വീടാണെന്ന് മനസ്സിലായില്ല. നമുക്കൊരു ഇവന്റ് ബുക്കിംഗ് വന്നില്ലായിരുന്നു? ഡോക്ടർ ഉമാദത്തൻ എന്ന് പറയുന്ന ആളിന്റെ മകളുടെ കല്യാണത്തിന്റെ. ആ, അഞ്ജലി കൊണ്ടുവന്ന ഈവന്റ് അല്ലേ? അങ്ങനെ അഞ്ജലി ക്ഷണിച്ചു ഉണങ്ങി കൊണ്ടുവന്നൊന്നും അല്ല. നമ്മുടെ അമ്മ ഇവന്റ് കമ്പനി സൈറ്റിൽ വന്ന എൻക്വയറി ചെയ്യാൻ. അതൊക്കെ ശരി തന്നെ, പക്ഷെ അഞ്ജലിയല്ലേ അത് ശരിയാക്കിയത്? എന്ത് ശരിയാക്കിയെന്ന്? ദാ ഇപ്പോഴാണ് നമ്മൾ ഉമാദത്തൻ ഡോക്ടറെയും ഫാമിലിയും കാണാൻ പോകുന്നത് തന്നെ. ഇനി വേണം നമ്മളെല്ലാം സംസാരിച്ച് ശരിയാക്കാൻ. അഞ്ജലിക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ലെന്ന് അപ്പൊ പുഷ്പേട്ടന് മനസ്സിലാവും. നീ എന്താ ഒരിക്കലും ഇല്ലാതെ ഇന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ പൊന്നു പ്രസാദേ, നീ വെറുതെ എന്നെ ഉപദ്രവിക്കുക. ശരിക്കും നീയും അഞ്ജലിയും കൂടിയാ ഇവിടെ വരേണ്ടിയിരുന്നു, ഞാനല്ല. ഹലോ, ആരാ? ഗുഡ് മോർണിംഗ് ഡോക്ടർ, ഞാൻ പ്രസാദ്, അമ്മ ഇവൻസിലെ. പ്രസാദ്, അമ്മ ഇവൻസ്. ആക്ച്വലി ഞങ്ങളെല്ലാവരും നിങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു. മോളെ പൂർണ്ണിമേ, പ്രസാദ് വരും വരും പ്ലീസ്. ഒന്ന് പതുക്കെ, ഇവൾക്ക് എന്തോന്ന് നടന്നു പൊയ്ക്കൂടെ? കല്യാണ ഡ്രസ്സൊക്കെ എവിടുന്ന് എടുക്കുന്നതെന്ന് തീരുമാനിച്ചോ? ഇന്നെ കളറും ഡിസൈനും ഒക്കെ തീരുമാനിക്കൂ. ഏതോ ഇവന്റുകാർ വരുന്നുണ്ട്, അതിനുശേഷം എവിടുന്നാ എടുക്കുന്നതെന്ന് ഫിക്സ് ചെയ്യൂ. ഇതാണ് കല്യാണ പെണ്ണ്, എന്റെ മകൾ പൂർണിമ. ഇതെന്റെ മിസ്സസും ഇത് ഞങ്ങളുടെ റിലേറ്റീവും. ഞാൻ പ്രസാദ്, അമ്മ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ നിന്ന് വരികയാ. ഇത് പുഷ്പൻ ചേട്ടൻ, കമ്പനിയുടെ ഓൾ ഇൻ ഓൾ പുഷ്പൻ ചേട്ടനാ. അല്ല, ഞാൻ ഫോണിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിരുന്ന അഞ്ജലി ചേച്ചി എവിടെ? വന്നില്ലേ കൂടെ? അതെ, ഞാനും അഞ്ജലിയെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടാ അമ്മ ഇവൻ കമ്പനിയെ കുറിച്ച് മോളോട് പറഞ്ഞത്. അച്യുതന്റെ സ്കൂളിലെ PTA പ്രസിഡന്റാ ഞാൻ. അത് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ചില അത്യാവശ്യങ്ങൾ വന്നു, അഞ്ജലിക്ക് വരാൻ പറ്റിയില്ല. അതെങ്ങനെ ശരിയാവും? എന്റെ മകളുടെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ കാര്യം.
അതിന്റെ പ്രാധാന്യം അതിന് നൽകിയേ പറ്റൂ. അഞ്ജലിയുടെ കാര്യം അങ്ങനെ നോക്കണ്ട ഡോക്ടർ. ഇവന്റുകൾ നടത്തി അഞ്ജലിയേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാ പുഷ്പൻ ചേട്ടൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പുഷ്പൻ ചേട്ടൻ നടത്തിത്തരും. ഞാൻ ഗ്യാരണ്ടിയാ. ആ ഗ്യാരണ്ടി പറ്റില്ല ചേട്ടാ. ഒരു പെൺകുട്ടിയാണ് ഞാൻ. എന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അഞ്ജലി ചേച്ചിയെ പോലെ ഒരു പെൺകുട്ടിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള കംഫോർട്ട് സോൺ നിങ്ങളോടോ ഈ ഇരിക്കുന്ന ആളോടോ സംസാരിച്ചാൽ കിട്ടുമോ? ഇല്ലല്ലോ. ഈ ഇവന്റ് നിങ്ങളുമായി നടക്കില്ല. ഐ എം സോറി.